Welcome all. Our fourth type of graph is ogive. Ogive is a graphic presentation of the cumulative frequency distribution of continuous variable. It consists in plotting the cumulative frequency against the class boundaries. Since there are two types of cumulative frequency distributions, we have accordingly two types of ogives, less than ogive and more than ogive or greater than ogive. So, നമുക്ക് രണ്ട് തരത്തിലുള്ള cumulative frequency distribution ഉണ്ട്, less than cumulative distribution and more than cumulative distribution. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഒജീവ്സും ലഭ്യമാണ്, ലെസ് ദാൻ ഒജീവ്സ് ആൻഡ് മോർ ദാൻ ഒജീവ്സ്. മോർ ദാൻ ഒജീവ്സിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റർ ദാൻ ഒജീവ്സ്. സോ വാട്ട് ഈസ് എ ലെസ് ദാൻ ഒജീവ്? Here, less than cumulative frequencies are plotted against the upper class boundaries of the respective classes. The points so obtained are joined using a smooth freehand curve to give less than ogive. So, less than ogive എന്ന് പറഞ്ഞാൽ എന്താണ്? Less than cumulative frequencies-ഉം class interval-ന്റെ upper limits-ഉം. ഒരു ക്ലാസ് കണ്ടിന്യൂസ് സീരീസിലാണ് നമ്മൾ ഒജീവ്സ് വരയ്ക്കുന്നത്. അതിന് തന്നെ ലോവർ ലിമിറ്റും കാണും, അപ്പർ ലിമിറ്റും കാണും. ആ അപ്പർ ലിമിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളും അപ്പർ ലിമിറ്റ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന കർവിനെ വിളിക്കുന്ന പേരാണ്, ഒരു സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ് ആണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഇൻക്രീസിംഗ് കർവ്. സിമിലർലി in greater than ogive, we plot cumulative frequencies against lower class boundaries. The points so obtained are joined using a smooth curve to obtain greater than ogive. Same way, more than ogive നമ്മൾ ഉപയോഗിക്കുന്നത് more than cumulative frequencyകളും lower limitsഉം ആണ്. അത് രണ്ടും കൂടെ ചേർന്ന് ഒരു സ്മൂത്ത് കർവ് ലഭിക്കും. അതിനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഒജീവ് അല്ലെങ്കിൽ മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോർ ദാൻ ഒജീവ് is always a decreasing curve. Let's do one example. The following table gives the distribution of the monthly income of 600 families in a certain city. 600 families-ന്റെ ഡേറ്റാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ മന്ത്ലി ഇൻകമും a monthly income കിട്ടുന്ന number of families below 75. They all are given in 100 rupees. So below 75 കിട്ടുന്നത് 60 families ആണ്. 75 to 150, 170 families and so on. ഈ ഡേറ്റ നമുക്ക് ലെസ് ദാൻ ഒജീവിലും മോർ ദാൻ ഒജീവും ഉപയോഗിച്ച് കാണിക്കണം. രണ്ടും സെയിം ഗ്രാഫിൽ തന്നെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലി നമ്മൾ ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും സെയിം ഗ്രാഫിൽ തന്നെയാണ് വരയ്ക്കുന്നത്. സെപ്പറേറ്റ് ഗ്രാഫ്സിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. In general, നമ്മൾ സെയിം ഗ്രാഫിൽ തന്നെയാണ് വരയ്ക്കുന്നത്. So for that, we have to convert into less than cumulative frequency, greater than cumulative frequency, lower limits and upper limits. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. So first, less than ഒജീവിന് വേണ്ടത് upper limits and less than cumulative frequency ആണ്. So അതിന് വേണ്ടിയിട്ട് upper limits എല്ലാം ഉണ്ടോ നോക്കുക. ഈ തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെലിന് ഒരു പ്രത്യേകതയുണ്ട്, ബിലോയും ഓവറും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ബിലോ 75, 75ന് താഴെയുള്ള എല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് 450 ആൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ 450യും അതിന് മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും വരും. പക്ഷെ ഇതിന് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തുവാണ്. നമുക്ക് നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ ക്ലാസ് ഇന്റർവെലും എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇന്റർവെൽസ് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. നോക്കിയേ, ബാക്കിയുള്ളതിന്റെ എല്ലാം ക്ലാസ് ഇന്റർവൽ വന്നിരിക്കുന്നത് 75 ഈച്ച് ആണ്. ക്ലാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 75 ആണ്. അതായത് നിങ്ങൾ ഏതൊരു ക്ലാസ് ഇന്റർവൽ എടുത്താലും അവിടുത്തെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 75 ആണ്. ഫോർ എക്സാമ്പിൾ 75 to 150, 150യുടെയും 75ന്റെയും ഡിഫറൻസ് is 75. Again, difference of 225 and 150 is 75. Difference of 300 and 225 is 75. So എല്ലാം 75 തന്നെയാണ്. So first and last class interval നമ്മൾ ഡിഫറൻസ് 75 ആക്കി കാണിക്കും. So below 75 എന്നാണ്. അപ്പോൾ എവിടെ തൊട്ട് 75 വരാം? 0 to 75. So first interval 0 to 75 എന്ന് ഞാൻ കൺവേർട്ട് ചെയ്തു. ബാക്കി എല്ലാം സെയിം. ലാസ്റ്റ് വരുമ്പോൾ 450 and over എന്നാണ്. So 450 plus 75 എത്രയാണെന്ന് നോക്കുക. That is 525. So 450 to 525 എന്ന് ലാസ്റ്റ് ഇന്റർവെലിന് ചേഞ്ച് വരും. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ്സ് എളുപ്പമല്ലേ. അപ്പർ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓരോന്നുമാണ്. അത് ഓരോന്നും എടുത്തെഴുതുക. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് is
0 to 75 upper limit എന്ന് പറയുന്നത് 75 ആണ്. Then 150, 225, 300, 375, 450, and last one is 525. These are our upper limits. And less than ഒജീവിന് വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? ഓരോന്നും കൂട്ടി കൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. യൂഷ്വലി വി ഫൈൻഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. സോ എങ്ങനെ വരും? ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് വരുന്നത്, 60 തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ 60യുടെ കൂടെ ഈ 60യുടെ കൂടെ 170 കൂടെ ആഡ് ചെയ്യണം. 60 plus 170 that is 230. നെക്സ്റ്റ് വൺ എങ്ങനെയാണ്? ഇപ്പൊ കിട്ടിയതിന്റെ കൂടെ തേർഡ് വൺ ആഡ് ചെയ്യണം. that means 230 plus 200 that is 430. now 430 plus 60 490. 490 plus 50 540. 540 plus 40 508. And lastly 580 plus 20 that will be 600. This is our less than cumulative frequencies. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഓരോ ഫ്രീക്വൻസിയും കൂട്ടി കൂട്ടി പോകും. തൊട്ട് മുമ്പേ കിട്ടിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കൂടെ പുതിയ ഫ്രീക്വൻസിയും കൂടെ ആഡ് ചെയ്ത് പോകും. അതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കും? ലെസ് ദാൻ ഒജീവ് വരയ്ക്കാൻ സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ഒജീവ് മാത്രം പോരാ, ഗ്രേറ്റർ ദാൻ ഒജീവും വേണം, ഓർ മോർ ദാൻ ഒജീവും വേണം. ഈ മോർ ദാൻ ഒജീവ് കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം? വി നീഡ് ലോവർ ലിമിറ്റ്സ് ആൻഡ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെയും ലെസ് ദാൻ്റെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് തന്നെ എഴുതാം. ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് താഴോട്ട് എഴുതിയേക്കുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ടേബിൾസ് ആയിട്ട് താഴോട്ട് വരച്ചാൽ മതിയാകും നോട്ടിൽ. ഓക്കെ, സോ വാട്ട് ആർ ദ ലോവർ ലിമിറ്റ്സ്? ഈ ഓരോന്നിന്റെയും ലോവർ ലിമിറ്റ്സ് എടുത്ത് 0 to 75 ലോവർ ലിമിറ്റ് ഇസ് 0. നെക്സ്റ്റ് വൺ 75 to 150 ലോവർ ലിമിറ്റ് ഇസ് 75. Then 150, 225, 300, 375, 450. Yes, 450 വരെ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ എന്തൊക്കെയാണ് അപ്പർ ലിമിറ്റ്സ് എന്ന് പറയുന്നത്? ഇത് ഇത്രയും. ലോവർ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഇത്രയും. Now we need greater than cumulative frequency. Greater than cumulative frequency നമ്മൾ less than cumulative frequency കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഫസ്റ്റിലെ നിങ്ങൾ എഴുതുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടി കൂട്ടി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് 600 ആണ് വന്നത്. അത് തന്നെയായിരിക്കും ഫ്രീക്വൻസികളുടെ സം. ഫ്രീക്വൻസികളുടെ സം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് 600. So 600 ആണ് ടോട്ടൽ ഫ്രീക്വൻസി. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഇൻകം ഓഫ് 600 ഫാമിലീസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. So total frequency is 600 and we start with 600 here. 0യുടെ നേരെ വരേണ്ട കാര്യം എന്ന് പറയുന്നത് 600 ആണ്. ഇത് ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണോ അത് വേണം നിങ്ങൾ ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി ആയിട്ട് എഴുതാൻ. ഇനി നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യണം. മുമ്പേ നമ്മൾ കൂട്ടുവരുന്നു, ഇവിടെ നമ്മൾ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. 600ന്റെ കൂടെ ഫസ്റ്റ് ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്യാം. 600 മൈനസ് 60 ഇപ്പൊ എത്ര വരും? 600ൽ നിന്ന് 60 കുറയ്ക്കുക, which means 540. Now next one 540 minus 170. 540 minus 170 is 370. Next one 370 minus 200. It is 170. 170 minus 60. 110. 110 minus 50. 60. 60 minus 4. So ഇവിടെ ഏതാണ് സെയിം ആയിട്ട് വന്നത്?
ലാസ്റ്റ് ഫ്രീക്വൻസി. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഫസ്റ്റ് ഫ്രീക്വൻസീസ് സെയിം ആയിരുന്നു. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നപ്പോൾ ലാസ്റ്റ് ഫ്രീക്വൻസീസ് ആണ് സെയിം ആയിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. Now we have data for drawing less than Ojib and more than Ojib.